എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനസൂയയുടെ അടുത്തേക്ക് മിനി വരുവാണ്. ആ സമയത്ത് അനസൂയ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനി വന്നിട്ട് പറഞ്ഞു, അനസൂയ നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി എന്ന് പറയാ. ദേ നീ ഇനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ആലോചിച്ചോണ്ടിരുന്നിട്ടാണെങ്കിൽ ദേ നിനക്ക് നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ നോക്ക്. ഉണ്ണിമോൾ ഇല്ലാതാകുവാണെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോവും ഉണ്ണിമോളും പോകുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അനസൂയ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അല്ലാതെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഉണ്ണിമോളുടെ ജീവൻ ചിലപ്പോൾ പോകത്തില്ലായിരിക്കും, പക്ഷെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ പോവും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് അവളെ പോയി ഇല്ലാതാക്ക്. നീ അങ്ങോട്ടേക്ക് ചെല്ല്, ആ കടകപ്പുരയിലേക്ക് ചെല്ല്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. എനിക്ക് തോന്നുന്നേ വിനോദിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഉണ്ണിമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഒരു കാരണവശാലും അതിന് സമ്മതിക്കരുത്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സൗഭാഗ്യങ്ങളെല്ലാം പോവും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മിനി ഇങ്ങനെ എരിപരി കയറ്റി കൊടുത്തോണ്ടിരിക്കുക അനസൂയനെ. അവസാനം അനസൂയ ശരി മിനി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. ആ സമയത്ത് ഉണ്ണിമോള് മുത്തശ്ശിയുടെ അടുത്തിരിക്കുക. മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നോട് ആരും സത്യമൊന്നും പറയണില്ല. ഈ ഇടയായിട്ട് ഗിരിദേവനും വാവയാണെങ്കിലും അതെ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നോളൂ തോന്നുന്നു. മുത്തശ്ശി അതെ, അച്ഛൻ പെട്ടെന്ന് മലയ്ക്ക് പോയിട്ട് വന്ന എന്തിനാന്ന് ഞാൻ ഗിരിദേവനോടും വാവയോടും ഒക്കെ ചോദിച്ചാ അവരൊന്നും പറയണില്ല. അല്ല സത്യം പറ മുത്തശ്ശി, അച്ഛൻ എന്തിനാ പെട്ടെന്ന് മലയ്ക്ക് പോയിട്ട് വന്നേ? ആ ഇരുമുടിക്കെട്ട് പുഴയും മുങ്ങിപ്പോയിട്ടും ഗിരിദേവൻ പറഞ്ഞ എന്താ, അത് ശബരിമലയിൽ എത്തൂന്നല്ലേ പറഞ്ഞേ. അങ്ങനെ ആ ശബരിമലയിൽ ആ ഇരുമുടിക്കെട്ട് എന്തിനാ എത്തിക്കുന്നേ? ആ നെയ്ത്തേങ്ങ എന്തിനാ എത്തിക്കുന്നേ? മുമ്പത്തെ ആരൊക്കെ ഇതുപോലെ ആപത്ത് വന്നപ്പോഴല്ലേ ഇതുപോലെയൊക്കെ ചെയ്തേ. അപ്പൊ എനിക്കും അങ്ങനെ എന്തെങ്കിലും ആപത്താണോ? അതാണോ നിങ്ങൾ ആരും ഒന്നും പറയാത്തേന്നൊക്കെ ചോദിക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ഉണ്ണിമോളെ എന്ന് പറയാ. എനിക്കറിയാം. പിന്നൊരു കാര്യമുണ്ട്, ഞാനേ അച്ഛനെ കുറിച്ചൊക്കെ അച്ഛന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ശബരിമലയ്ക്ക് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ബാവ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഒരു കടങ്കഥയാ പറഞ്ഞേ. ആ കടങ്കഥയ്ക്ക് ഉത്തരം ഉണ്ണിമോള് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുവാണെങ്കിൽ ഉണ്ണിമോളുടെ ഈ ചോദ്യത്തിനുള്ള എല്ലാത്തിനുള്ള ഉത്തരം അതിനുള്ളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞേ. കടങ്കഥയോ? അതെന്ത് കടങ്കഥ ഉണ്ണിമോളെ? ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയണ. ആ അത് ഞാൻ മുത്തശ്ശിയോട് പറയാം. മുക്കണ്ണം കത്തിച്ച ആൾ മുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് അരിയും പോവും, പുറമെ അകത്തും പുറത്തും പേമാരി എന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു വീഴാന്നറിയ. എന്താ മുത്തശ്ശി? ഒന്നില്ല എന്ന് പറയാ. മുത്തശ്ശിക്ക് ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? അർത്ഥമോ? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാ. അത് തന്നെ എനിക്കും മനസ്സിലായില്ല എന്താ എങ്ങനെയാന്ന്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനസൂയ വരുന്നേ. ദേ അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് ഉണ്ണിമോള് സന്തോഷത്തോടെ ചെന്ന് അനസൂയനെ കെട്ടിപ്പിടിക്കണം. ആ സമയത്ത് അനസൂയയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കാരണം ഇത്രയേറെ ഉണ്ണിമോളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശി വെച്ചു, ഇതെന്താ മോളെ നീയ ഈ സമയത്ത് ഇങ്ങോട്ട് വന്ന്? അത് ഇത്രയും ദൂരം നടന്ന് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? നല്ല ക്ഷീണം ഉണ്ടാകത്തില്ലേ? മോൾക്ക് വീട്ടിൽ ഇരുന്നാ പോരെന്ന് ചോദിക്കാം. അത് പിന്നെ വീട്ടിലിരുന്നാ പിന്നെ എനിക്ക് ഉണ്ണിമോളെ നിങ്ങളെക്കുറിച്ചുള്ള വിഷമം കാണാൻ ഇങ്ങോട്ട് പോന്നാ. എനിക്ക് ഇവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലമ്മേ, അതുകൊണ്ട് പോന്നാന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയം അനസൂയുടെ മനസ്സിലുണ്ട്, ഇതോടുകൂടി നിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. നിന്നെ ഞാൻ കൊല്ലാനായിട്ട് വന്നതാ. ഇനി അധികം സമയം നിനക്ക് ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനസൂയ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിമോളെ ചേർത്ത് നിർത്തുന്നത്. പക്ഷെ ഉണ്ണിമോൾക്ക് ഇതൊന്നും കണ്ട് ഒട്ടും മനസ്സിലായതുമില്ല. പിന്നീട് അനസൂയയുടെ ഒരു കൂട്ടുകാരി അനസൂയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതെന്താ പോലെ ഇവള് ഇതിലായിട്ടും വരാത്തെ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് സമയം എത്രയായെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് അനസൂയ അങ്ങോട്ട് വന്നേ. അല്ല ഭാനു കുറെ സമയമായിട്ട് വന്നിട്ട് കുറെ സമയമായി, നീ എന്താ എത്ര ലേറ്റ് ആയത്? അത് പിന്നെ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് പറഞ്ഞ കാര്യം എന്താ? നീ എന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. അല്ല അനസൂയ, അല്ല ഭാനു, നിന്നോട് ഞാൻ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ, ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ചോണ്ടിരുന്ന, പക്ഷെ ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ അന്തണ്ണുമായിട്ട് കല്യാണം കഴിച്ചത്. പക്ഷെ ആ ജീവിതം ഒരു വർഷക്കാലം നീണ്ടു പോയതുള്ളൂ. അയാളൊരു ദുഷ്ടനായിരുന്നു. അങ്ങനെ ആ ജീവിതം അവസാനിച്ചെന്ന് പറയാം. അല്ല ഇപ്പോഴെന്തു സംഭവിച്ചു? ഇപ്പൊ കെട്ടിയ വിവാഹം ഒരു പരാജയമാണോ? അയാളും ദുഷ്ടനാണെന്ന് ചോദിക്കുക. അങ്ങനെ ഒരിക്കലും അല്ലാന്ന് പറയും. പിന്നെന്താ കുഴപ്പം? അതെ, ഇപ്പോഴത്തെ കല്യാണം കഴിച്ചതിൽ ഒരു മോളുണ്ടെന്ന് പറയണേ, ഉണ്ണിമോള്. അവൾക്ക് എന്താ കുഴപ്പം? അത് പിന്നെ അവളെ കൊല്ലണമെന്ന് പറയണേ. കൊല്ലണോ? നീ എന്താ അനസൂയ പറയണേ? ആ കുട്ടീനെ കൊല്ലാനോ? നിനക്കിതെന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും. അതെ, എനിക്ക് അവളെ കൊല്ലാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണേ. അതെന്താ? അവൾ അത്രയ്ക്ക് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ നിന്നോട്? അതല്ല, അവള് പാവമാന്ന് പറയണേ. പാവമാണെങ്കിൽ പിന്നെ അവളെ കൊല്ലേണ്ട കാര്യം എന്താ? അത് പിന്നെ നിന്നോട് ഞാൻ കഥകളൊക്കെ പറയാന്ന് പറഞ്ഞ് ഉണ്ണിമോളെ കുറിച്ചൊക്കെ പറയാണ്.
ഉണ്ണിമോൾക്ക് ഇനി അല്പായുസേ ഉള്ളൂ, അധികം നാളെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വിശ്വസ്തനായ ഒരാളാണ് അത് പറഞ്ഞത്. പിന്നീട് പണിക്കരുടെ അടുത്ത് നോക്കി കഴിയുമ്പോൾ കാര്യങ്ങൾ ശരിയാണ്. ഉണ്ണിമോൾക്ക് ഇനി അത് ആയുസ് ഉണ്ടാകത്തില്ല. ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവസാനം പണിക്കൻ പറഞ്ഞു, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ഒരു പക്ഷേ ഉണ്ണിമോളുടെ ജീവന് പകരം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആയിരിക്കും അവര് കൊണ്ടുപോകുന്നത്. അങ്ങനെ വന്നാൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ അതിന്റെ പുറകെ തന്നെ ഉണ്ണിമോളെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ നോക്ക്. അതുകൊണ്ട് ഉണ്ണിമോളെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ. എനിക്കറിയത്തില്ല ഭാനു എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം. ഭാനു പറഞ്ഞു, അയ്യോ ആ കുട്ടീനെ ഇല്ലാതാക്കാനോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അനസയെന്ന് ചോദിക്കുക. നടക്കണം ഭാനു, ഇല്ലാതെ ശരിയാകത്തില്ലെന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, നീ ഞാൻ പറയുന്നിടത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ നീ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നാട്ടുകാരും മൊത്തം അറിയില്ലെന്ന് ചോദിക്കാം. അത് എന്തായാലും നമുക്കൊരു പോംവഴി ഉണ്ടാക്കാം ഭാനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനസൂയ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മുത്തശ്ശിയുടെ അടുത്തിരിക്കുക ഉണ്ണിമോള്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനസൂയ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നേ. അനസൂയെ കണ്ടതും ഉണ്ണിമോള് പറഞ്ഞു, ദേ അമ്മ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു പറയും. എന്ത് കാര്യം? അതെ, എന്നോട് ഒരു കടങ്കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവ. ഞാൻ എന്നിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഉത്തരം കിട്ടിയില്ല. അമ്മയ്ക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. കടങ്കഥ? എന്ത് കടങ്കഥ? അതെ, മുക്കെണ്ണം കത്തിച്ച ആള് മുട്ടി വിളിച്ചപ്പോൾ അയാൾക്ക് കഴിക്കാൻ അരിയും പോവും, അകത്തും പുറത്തും പേമാരി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനസ്സ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം. അമ്മയ്ക്കും അറിയത്തില്ലല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യും, സാവകാശത്തെ ഇവിടെ നിന്ന് ആലോചിക്കുക. ഞാനെപ്പോഴത്തേലുവേ ആ ശിവലിംഗത്തിന്റെ അവിടെ പോയി അവിടുത്തെ കെട്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഉണ്ണിമോൾ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ അനസൂയെന്ന് ചോദിക്കുക. ഇല്ലമ്മ, എന്താന്ന് ചോദിക്കണം. അത് മുക്കണൻ എന്ന് പറഞ്ഞ ആരാ? ശിവനല്ലേ? ശിവൻ കത്തിച്ച ആളെന്ന് പറയുമ്പം അത് കാലനാണ്. മാർക്കണ്ഡേയനെ കൊല്ലാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാലനാണ് ഭസ്മമാക്കി തന്റെ മൂന്നാം കണ്ണ് ഉപയോഗിച്ച്. അപ്പൊ അരിയും പൂന്ന് ഉദ്ദേശിച്ചത് എന്താ? അത് നമ്മള് വായക്കരി ഇടുക എന്ന് പറഞ്ഞില്ലേ? പിന്നെ അകത്തും പുറത്തും പേമാരി എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ച് കഴിയുമ്പോൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മള് ഇരുന്ന് കരയില്ലേ? അതാണ് പേമാരി എന്ന് ഉദ്ദേശിച്ചത്. ഏകദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഉണ്ണിമോളുടെ മരണം അതാണ് സൂചിപ്പിക്കുന്നത്. എന്റെ മോള് ഇപ്പോഴും അവള് ജീവിത സ്വപ്നം കണ്ട് നടക്കുക. അവളോട് ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയണേ? ഭാവ ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് ഇതതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉണ്ണിമോൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. പെട്ടെന്ന് അനസൂയ പറഞ്ഞു, അതെ, ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന ആയുസല്ലേ? ദൈവം വന്ന് വിളിച്ച പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മേ? വിധിയെ തടുക്കാൻ നമുക്കൊന്നും സാധിക്കില്ലല്ലോ എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ, അയ്യപ്പസ്വാമിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയാം. എന്നാലും എന്റെ ഉണ്ണിമോളെ കുറിച്ച് എനിക്ക് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. അപ്പോഴേക്കും ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു. ഉണ്ണിമോൾ വന്നിട്ട് പറഞ്ഞു, അതെ, ആ തിരുമേനി പാവം എന്നും ക്ഷേത്രത്തിലേക്കുള്ള ആ ശിവലിംഗത്തിന്റെ അവിടെ കത്തിക്കാനുള്ള എണ്ണയും തിരിയൊക്കെ തിരുമേനിയെ വാങ്ങിച്ചുകൊണ്ട് വരും, നമുക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അനസൂയ പറഞ്ഞു, എൻ്റെ കുറച്ച് പൈസയാണ്, ഞാൻ തരാം, ഉണ്ണിമോള് വാങ്ങിച്ചു വെച്ചാൽ മതി എന്ന് പറയാം. തൽക്കാലത്തേക്ക് നമുക്കിപ്പം ആ സർപ്പക്കാവിലേക്ക് പോയാലെന്ന് ചോദിക്കുകയാണ്. സർപ്പക്കാവിൽ? അതെന്തിനാ ഈ സമയത്ത് സർപ്പക്കാവിൽ പോന്നേ? ഉണ്ണിമോള് വാ, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന നല്ലതാന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഉണ്ണിമോള് പോയിട്ട് വാ, അമ്മയുടെ കൂടെ അല്ലേ, പോയിട്ട് വരാൻ പറയണം. അങ്ങനെ അനസൂയ ഉണ്ണിമോളെയും കൊണ്ട് സർപ്പക്കാവിലേക്ക് പോവാണ്. ആ സമയത്ത് ഭാനു നേരത്തെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭാനു അതിലൂടെ എല്ലാം തപ്പി തേടുവാണ്. അങ്ങനെ തേടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സർപ്പം നിന്ന് പത്തി വിടർത്തി ആടുവാണ്. ആ സർപ്പക്കാവിന്റെ അടുത്തേക്ക്, അതായത് ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ മാറി നിൽക്കുകയാണ്. കാരണം അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ആ സർപ്പം ഇങ്ങനെ പത്തി വിടർത്തി ആടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്തേക്കാണ് അങ്ങോട്ടേക്ക് ഉണ്ണിമോളും അനസൂയയും കൂടെ വരുന്നത്. അങ്ങനെ ഉണ്ണിമോളെ കൂട്ടി അനസൂയ വന്നിട്ട് പറഞ്ഞു, അതേ അറിയാലോ, ഉണ്ണിമോളെ ആദ്യമായിട്ട് ഇവിടെ വെച്ചാൽ ഞാൻ കാണുന്നത്, എനിക്കറിയാം. ഇവിടെ വെച്ച് കണ്ടോണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത് എന്ന് പറയാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല ഈ സർപ്പക്കാവെന്നൊക്കെ പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഉണ്ണിമോളോട് അനസൂയോട് ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോള് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുക, എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് കണ്ണടച്ച് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയാണ്. അത് കേട്ടത് ഉണ്ണിമോള് അനസൂയയുടെ ചതിയൊന്നും അറിയില്ലാതെ പാവം കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ കാത്തോണേ, അമ്മയുടെ വയറ്റി വരുന്ന കുഞ്ഞാവേനെയൊക്കെ കാത്തോണെന്നും പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അവൾക്ക് ഇപ്പോഴും അറിയില്ല അവളെ കൊല്ലാനായിട്ടാ അനസൂയ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേ. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. എന്തായി തീരുമെന്ന് അറിയത്തില്ല. മകരവിളക്കിന് സമയമാകുമ്പോഴത്തേനും ഉണ്ണിമോളുടെ ജീവൻ അവസാനിക്കുന്ന അയ്യപ്പസ്വാമി പറഞ്ഞിരിക്കുന്നേ. കാരണം മകരജ്യോതി തെളിഞ്ഞു കഴിയുമ്പോൾ പൊന്നമ്പലമേട്ടില് മകരജ്യോതി തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളുടെ ആയുസ് തീരുന്ന പറയണേ. അതെങ്ങനെയായി എന്തായി തീരും? ഇനി ഇപ്പൊ ശിവഭഗവാന് ഉണ്ണിമോളുടെ ആയുസ് നീട്ടി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ആയുസിന്റെ കാര്യമൊക്കെ നിശ്ചയിക്കുന്ന ബ്രഹ്മാവാണല്ലോ.
ശിവനാണല്ലോ ആയുസ് എടുക്കുന്നത്. അപ്പൊ അതെന്താണെന്നും അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.